അങ്ങനെ നമ്മുടെ സുധി ശ്രുതിയും കൂടി വലിയ സന്തോഷത്തിലാണ്. ആ വലിയ വില്ല വാങ്ങണ സന്തോഷത്തിലാണ്. അവർ ആ പേപ്പറൊക്കെ വാങ്ങുന്നുണ്ട്. എന്തായാലും സുധി 25 ലക്ഷം റുപ്യ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് അയാൾ പോണ സമയത്ത് നമ്മുടെ സച്ചി രേവതിയും കൂടി ആ വീട് കയറാം. ഇവിടെ കയറി വരുന്ന സമയത്ത് അവരുടെ വണ്ടിയായിട്ട് ഇടിക്കാൻ വരുന്നുണ്ട് നമ്മുടെ ഓണറിൻ്റെ വണ്ടി ഇടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത്, നീ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, എന്താണ് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാടാ, രാജാവാണ്, അയാളോടൊന്ന് പുറത്തിറങ്ങാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അയാളാണെങ്കിൽ എന്തൊക്കെയോ ഒരു കളത്തരണ്ട്. അയാൾ പേടിച്ചിട്ട് സച്ചിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയ മട്ടിൽ അയാളോട് തൊഴുതിട്ടൊക്കെ സച്ചിയോട് സോറിയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അയാൾ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി വീണ്ടും കാർ എടുത്തിട്ട് മേലെ വരുന്ന സമയത്ത് നമ്മുടെ സുധി ചോദിക്കുന്നത്, നീ എന്ത് ധൈര്യത്തിലാടാ അയാളോട് ഇങ്ങനെ മേക്കെട്ട് കയറി, അയാളാണ് ഈ വില്ലയുടെ ഓണർ, അയാളെ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ കള്ളത്തരണ്ട്. ഒന്നാമത് അയാൾ ടാക്സിയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിന്നെ അയാൾ ചതിച്ചിട്ട് അയാളെ രക്ഷപ്പെടാൻ നോക്കുകയാണ്, അയാളുടെ മുഖത്ത് തന്നെ ഉണ്ട്, അയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി, നിന്നെ പറ്റിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു, നീ ഒന്ന് പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ആ വീടിൻ്റെ പേരിടാണ്, നാളെ വീടിൻ്റെ പേരിടാനുള്ള ചടങ്ങൊക്കെ നടക്കുകയാണ്. അതിന് വലിയ ഒരു വാസ്തുശാസ്ത്രക്കാരനൊക്കെ വരുന്നുണ്ട് എന്നിട്ട് വീടിൻ്റെ പേരൊക്കെ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മൾ